ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ഫേമസ് ആയിട്ടുള്ള പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാൽ കേക്ക്, മിൽക്ക് കേക്ക് എന്നൊക്കെ പറയും. കൂടെ തന്നെ സെയിം മാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഒരു മുട്ടയും ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു മുട്ട ആദ്യം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ 2 ഏലക്കായും നല്ലോണം പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ ഏലക്കായിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം. പതഞ്ഞ് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പഞ്ചസാരയും മുട്ടയും കൂടി ഒന്ന് നല്ലോണം മിക്സായി കിട്ടിയാൽ മതി. നിങ്ങൾ പഞ്ചസാര പൊടിക്കാതെയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മെൽട്ടായി വരുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1-2 ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ മിക്സിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവുകളെല്ലാം ഡബിൾ ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചെന്നെ എടുത്തിട്ടുണ്ട് പാൽപ്പൊടി. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിൻ്റെ പകരം വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ നെയ്യിൻ്റെയും ഏലക്കാപ്പൊടിൻ്റെയും പഞ്ചസാരൻ്റെയൊക്കെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ഇത് നല്ല ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ അളവിന് തന്നെയാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി അഥവാ വെള്ളം കൂടി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അഥവാ വെള്ളം കുറഞ്ഞു പോയിന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാവ് കറക്റ്റായി വന്നോളും. പിന്നെ ഇത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ല സോഫ്റ്റിലുമാണ് കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം. ഇതാ ഞാനിവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. പാൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പാൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് പരത്താനായിട്ട് കുറച്ച് പൊടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തൂക്കിയാൽ മതി. പൊടി തൂക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ മാവ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. മാവ് പരത്തിയെടുക്കുമ്പോൾ ഓവർ തിന്നാക്കി പരത്തണ്ട കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ മാവ് പരത്തിയെടുക്കുക. കേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയിലാണല്ലോ ഉള്ളത്. പിന്നെ ഓവർ തിന്നാക്കി പറഞ്ഞാൽ ഷുഗർ സിറപ്പ് പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് പരത്തിയെടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ പൊതുവേ പാൽ കേക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലല്ലേ ഉണ്ടാവുക. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ ട്രയാങ്കിൾ ഷേപ്പിലാണല്ലോ മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സെൻറ്ററിലെ പോർഷൻസ് മാത്രം ഒന്ന് കറക്റ്റ് ഷേപ്പ് വരുന്ന പോലെ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ 2 റെസിപ്പി കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പാൽ കേക്കിന് ഈ സെൻറ്റർ പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. സൈഡുള്ളതൊക്കെ ഞാൻ വേറൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി കാണിക്കാം. നിങ്ങൾ പാൽ കേക്ക് മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ സൈഡ് പോർഷൻസ് ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഇത് ഷേപ്പ്ലെസ് ആയിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ കേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിനേക്കാളും തിന്നാവണ്ട.
പിന്നെ ഓവർ കട്ടിയും ആവണ്ട, ഈ ഒരു അളവിന് ആക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ കേക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് വലിയ പാത്രം വെച്ചുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒപ്പിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. നമ്മൾ ഒപ്പിടുന്നതിന് മുന്നേ തന്നെ നേരത്തെ ഇട്ടത് മറിച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം വേഗം ചെയ്തെടുക്കണം. പിന്നെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കൂടുതൽ കുടിക്കാനും ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കളറൊക്കെ ചേഞ്ചായി റെഡി ആയിട്ടുള്ളത് നമുക്ക് നേരത്തെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒപ്പെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫുള്ള് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുക്കായത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ തന്നെ ഞാനിവിടെ എല്ലാം പൊരിച്ച് കോരുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊരിച്ച് വെച്ച് കേക്ക് ഇട്ട് വെക്കാനായിട്ട് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പിൽ കുറച്ച് കുറവാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. കാരണം ഞാനിവിടെ എടുത്ത മാവ് ഫുള്ള് കേക്കിനല്ലല്ലോ, ഞാൻ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കണതുകൊണ്ട് 1/2 കപ്പിൽ കുറവാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫുള്ളും കേക്ക് മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തോട്ടോ. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് നേരം തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്ത് വെക്കണം, എന്നാലേ ഷുഗർ സിറപ്പ് പിടിക്കുള്ളൂ. പിന്നെ ഞാൻ ഷുഗർ സിറപ്പിൽ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഇതെന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ, അത്രക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ആ സെയിം മാവിൻ്റെ ബാക്കി വന്നത് വെച്ചിട്ട് ഉള്ള വേറൊരു സ്നാക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മാവിനെ ഇങ്ങനെ നീളത്തിൽ വേണം കേട്ടോ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സ്നാക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അധികം ഓവർ മധുരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കിയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഷേപ്പൊക്കെ നമ്മുടെ ഈ വെട്ട് കേക്കിൻ്റെ ഷേപ്പ് പോലെ തന്നെ കേട്ടോ വരിക. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ നീളത്തിലാക്കിയെടുത്ത ശേഷം സെൻറ്ററിലായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ഇതെന്തിനായിട്ടെന്ന് വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വെട്ട് കേക്കിൻ്റെ ഒരു ഷേപ്പ് വരാനാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെട്ട് കേക്കിൻ്റെ ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ചെറിയ പീസാക്കിയിട്ട്. ഇനി സെയിം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞിട്ട് ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലൊന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി. 2 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് 4 മണിക്ക് ഇങ്ങനെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. കളറെല്ലാം നല്ലോണം ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഓവർ മധുരമൊന്നുമില്ലാത്ത എന്നാൽ നോർമൽ മധുരമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു വെട്ട് കേക്ക്, സോഫ്റ്റ് വെട്ട് കേക്കാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 റെസിപ്പിയും, പാൽ കേക്ക് പിന്നെ എല്ലാവർക്കും അറിയാം, എന്നാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.